ഡിവൈഎഫ്ഐ 100 വീട് നിർമ്മിച്ച് നൽകിയെന്ന് പറഞ്ഞു. ഡിവൈഎഫ്ഐ നിർമ്മിച്ച് നൽകിയ 100 വീട്ടിൽ ഒരു വീട് നിങ്ങൾ കാണിച്ചു തരാം. ഒരു വീട്, ഒറ്റ വീട് കാണിച്ചു തരാം. സംസ്ഥാന സർക്കാർ ഇന്ന് വരെ നിർമ്മിച്ചു കൊടുത്ത ഒറ്റ വീടിന്റെ കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുമോ? ഒരു വർഷം കഴിഞ്ഞില്ല. ആ പറഞ്ഞതിൽ 3 കാര്യങ്ങൾ നമുക്ക് എടുക്കണം. ഒന്ന്, യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെക്കൂ. അത് രാജിവെക്കേണ്ടി വന്നു മറ്റു പല കാരണങ്ങൾ കൊണ്ട്. ഇന്ന് ഒക്ടോബർ 2 ഒരു തുണ്ട് ഭൂമിയെങ്കിലും കണ്ടെത്തിയോ? പിരിച്ച പണത്തിന്റെ കണക്ക് പാർട്ടി പ്രവർത്തകർക്കെങ്കിലും ബോധ്യപ്പെട്ടോ? മുണ്ടക്കൈ ചൂരൽമല ദുരന്തം കഴിഞ്ഞിട്ട് 1 വർഷവും 2 മാസവും പിന്നിടുന്നു. സർക്കാർ പ്രഖ്യാപിച്ച ടൗൺഷിപ്പിന്റെ നിർമ്മാണം അവധി ദിവസങ്ങളിൽ പോലും ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. ഡിവൈഎഫ്ഐയും ഇത്തരത്തിൽ സർക്കാർ പദ്ധതിയുടെ ഭാഗമായി 100 വീടുകൾക്കുള്ള പണമടച്ചു. പക്ഷേ 30 വീടുകൾ നിർമ്മിക്കുമെന്ന് പറഞ്ഞ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഒരു പ്രതികരണവുമില്ല. എവിടെയെങ്കിലും നിർമ്മാണം തുടങ്ങിയതായോ എന്തിനാ ഭൂമി വാങ്ങിയതായോ പോലും യൂത്ത് കോൺഗ്രസ് നേതാക്കളോ പൊതുസമൂഹത്തെ അറിയിച്ചിട്ടില്ല. ഓരോ തവണയും മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയപ്പോൾ ഡിവൈഎഫ്ഐ പ്രഖ്യാപിച്ച വീട് എവിടെയാണെന്ന് പരിഹാസത്തോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചിരുന്നു. വീടൊന്നിന് 20 ലക്ഷം രൂപ കണക്കാക്കി 100 വീടുകൾക്ക് 20 കോടി രൂപയാണ് ഡിവൈഎഫ്ഐ കൈമാറിയത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക്. മുണ്ടക്കൈയിലെ മനുഷ്യർക്ക് വേണ്ടി. ഓർക്കണം, ഒരു പിരിവും ഇതിനായി ഡിവൈഎഫ്ഐ നടത്തിയിട്ടില്ല. ആക്രി പെറുക്കിയും ബിരിയാണി ചലഞ്ച് നടത്തിയും തന്നെയാണ് ഈ പണം കണ്ടെത്തിയത്. അങ്ങോട്ട് വിളിച്ച് പണം കൊടുത്തവരുമുണ്ട്. 10 വീടുകൾ നിർമ്മിക്കാൻ 1 കോടി AIYF സമാഹരിച്ചും നൽകി. യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചത് 30 വീടാണ്. പിരിച്ചത് 88 ലക്ഷവും നൽകിയതോ വട്ടപൂജ്യവും. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ മറവിൽ സംസ്ഥാന വ്യാപകമായി യൂത്ത് കോൺഗ്രസ് നടത്തിയത് വലിയ കൊള്ളയാണ്. 30 വീട് വെച്ച് നൽകാമെന്ന് പറഞ്ഞ് പണപ്പിരിവ് നടത്തി. ഇപ്പോൾ വീടുമില്ല, പിരിച്ച അധ്യക്ഷനെയൊട്ട് കാണാനുമില്ല.